എല്ലാവർക്കും വേ ഓഫ് ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1999 ജാനുവരി 22 അർദ്ധരാത്രിയിലാണ് ഭാരതത്തെ ഒന്നാകെ കിടിലം കൊള്ളിച്ച ആ മഹാദുരന്തം ഉണ്ടായത്. ഒറീസയിലെ മനോഹർപൂർ എന്ന ഗ്രാമത്തിൽ തങ്ങളുടെ വാഹനത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻ എന്ന മിഷണറിയെയും അദ്ദേഹത്തിന്റെ 2 ആൺമക്കളെയും ധാരാ സിംഗ് എന്ന നിഷ്ഠൂരനും ക്രൂരനുമായ മനുഷ്യന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ചുട്ടു ചാമ്പലാക്കി. ഇത് കണ്ട് ഓടി വന്ന ഗ്രഹാം സ്റ്റെയിന്റെ ഭാര്യയായ ഗ്ലാഡിസും അദ്ദേഹത്തിന്റെ മൂത്ത മകളും വാവിട്ട് അതിവേദനയോടെ നിലവിളിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? വാഹനത്തിലിരുന്ന് ഗാഠനിദ്രയിലായിരുന്ന ഗ്രഹാം സ്റ്റെയിനും 2 ആൺകുഞ്ഞുങ്ങളും ഈ മനുഷ്യർ തീ വെച്ചതോ ഒന്നും അറിഞ്ഞില്ല. അവസാനം ഞെട്ടി ഉണർന്നപ്പോഴേക്കും വാഹനം മുഴുവൻ തീ ആളിക്കത്തുന്നു. പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ഭാവിച്ചുവെങ്കിലും രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും ചുറ്റും കൂടിയുന്ന ആ ക്രൂരരായ മനുഷ്യർ അവരെ തടഞ്ഞു. ഗ്രഹാം സ്റ്റെയിനും 2 ആൺകുഞ്ഞുങ്ങളും ആ വണ്ടിയിലിരുന്ന് ചാമ്പലായി മാറി, ചാരമായി മാറി. എത്രയോ എത്രയോ ഭയാനകമായ സംഭവം, മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്ന സംഭവം. ആരായിരുന്നു ഗ്രഹാം സ്റ്റെയിൻ? ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്ന ഗ്രഹാം സ്റ്റെയിൻ, അദ്ദേഹത്തിന്റെ ഭാര്യ നേഴ്സായിരുന്ന ഗ്ലാഡിസ്, മക്കളായ 3 പേർ. ഇവർ 1965 ഭാരതത്തിലേക്ക് ഒറീസ എന്ന സംസ്ഥാനത്തേക്ക് കടന്നു വരികയാണ്. ആരുടെ ഇടയിലേക്കാണ് കടന്നു വന്നത്? സമ്പന്നരുടെ ഇടയിലേക്കല്ല, അധസ്ഥിതരായ വ്യക്തികളുടെ ഇടയിലേക്ക്. നിരാലംബരായ കുഷ്ഠരോഗം ബാധിച്ച ആളുകളുടെ ഇടയിലേക്ക്, മനുഷ്യരാൽ തള്ളപ്പെട്ട് വഴിയരികിൽ കിടന്ന് ജീർണിച്ച് പുഴുവരിച്ച് കഴിയുന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ് ഈ മിഷണറിയും കുടുംബവും കടന്നു വന്നത്. ഗ്രഹാം സ്റ്റെയിനും ഭാര്യയും ഈ പാവങ്ങളായ മനുഷ്യരെ ശുശ്രൂഷിച്ചു. അവർക്ക് വേണ്ടുന്ന ചികിത്സകളെ നൽകി, അവർക്ക് വേണ്ടുന്ന സതുപദേശങ്ങളെ പറഞ്ഞു കൊടുത്തു. ഗ്രഹാം സ്റ്റെയിനെ പോലെ എത്രയോ മനുഷ്യർ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഇപ്പോഴും കടന്നു വരുന്നവരുമുണ്ട്. ഇവരുടെ ഒന്നും ലക്ഷ്യം മതപ്രചാരണം അല്ല, മറിച്ച് ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ്. യേശുക്രിസ്തു ഒരു മതത്തിന്റെയും സ്ഥാപകനല്ല, ഒരു മതത്തിന്റെയും പ്രചാരകനുമല്ല. ക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ് പറഞ്ഞത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. അതിനാൽ നിങ്ങൾ എന്നെ അനുഗമിക്കുക, എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് മതത്തിന്റെ അടിമകളാകാതെ മതം എന്ന ലഹരി വിട്ട് മനുഷ്യരായി ജീവിക്കുക, മനുഷ്യത്വമുള്ളവരായി ജീവിക്കുക, മനസാക്ഷിയുള്ളവരായി ജീവിക്കുക. ഗ്രഹാം സ്റ്റെയിനെയും തന്റെ 2 മക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും അതിക്രൂരമായി തീ വെച്ച് കൊലപ്പെടുത്തിയ ധാരാ സിംഗ് എന്ന ആ കൊലപാതകിയോടും കൂട്ടാളികളോടും ഗ്ലാഡിസ് ക്ഷമിച്ചു. 2005 അവർക്ക് ഭാരതം പത്മശ്രീ എന്ന ബഹുമതി നൽകി ആദരിക്കുകയും തങ്ങളുടെ ദീർഘമായ 40 വർഷത്തെ സേവനത്തിന് ശേഷം അവർ സ്വദേശത്തേക്ക്, ഓസ്ട്രേലിയയിലേക്ക് തന്നെ ഗ്രഹാം സ്റ്റെയിന്റെ ഭാര്യ ഗ്ലാഡിസും മൂത്ത മകളും മടങ്ങിപ്പോവുകയും ചെയ്തു.